ലയണൽ മെസ്സി ഇപ്പോൾ പാരീസിലാണ്. അവിടെ അദ്ദേഹം അനുഭവിച്ച മാനസിക സമ്മർദ്ദങ്ങൾ വിവരണാതീതമായിരുന്നു. ബാഴ്സലോണ വിട്ടതിനു ശേഷം PSG-യിലെ ആദ്യ സീസൺ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അത്ര സുഖകരമായിരുന്നില്ല. ചാമ്പ്യൻസ് ലീഗിൽ നിന്നുള്ള പുറത്താകലിനു പിന്നാലെ ആരാധകർ മെസ്സിയെ കൂവി വിളിച്ചു. കിലിയൻ എംബാപ്പയെ ചുറ്റിപ്പറ്റി PSG മാനേജ്മെന്റ് പുതിയ പദ്ധതികൾ മെനയുമ്പോൾ മെസ്സിക്ക് താൻ അവിടെ അനാഥനായതുപോലെ അനുഭവപ്പെട്ടു. എന്നാൽ ഈ കഠിനമായ പരീക്ഷണകാലത്തും മെസ്സിക്ക് ചുറ്റും സ്നേഹത്തിന്റെ ഒരു വൻമതിൽ ഉയർന്നിരുന്നു. അത് അദ്ദേഹത്തിന്റെ സ്വന്തം അർജന്റീനയാണ്. പാരീസിൽ വിമർശനങ്ങൾ ഏറ്റുവാങ്ങുമ്പോഴും അർജന്റീനയിലെ തെരുവുകളിൽ അദ്ദേഹത്തിന്റെ പേര് ആവേശത്തോടെ മുഴങ്ങി. തന്റെ കരിയറിലെ ഏറ്റവും മോശം ഫോമിലൂടെ കടന്നുപോകുമ്പോൾ അർജന്റീന ടീമിലെ സഹതാരങ്ങൾ അദ്ദേഹത്തെ പൊതിഞ്ഞു പിടിച്ചു. ലയണൽ സ്കലോണിയും സംഘവും മെസ്സിക്ക് നൽകിയത് ഒരു കുടുംബത്തിന്റെ സുരക്ഷിതത്വമായിരുന്നു. അർജന്റീനയുടെ ക്യാമ്പിലേക്കെത്തുമ്പോൾ മെസ്സി മറ്റൊരു മനുഷ്യനായി മാറി. അവിടെ അദ്ദേഹം രണ്ടാം നിരക്കാരനായിരുന്നില്ല, മറിച്ച് എല്ലാവരെയും നയിക്കുന്ന നായകനായിരുന്നു. ആ ജനതയുടെ മിശിഹയായിരുന്നു. ക്ലബിൽ എന്ത് നടന്നാലും ദേശീയ ടീമിനൊപ്പം ചേരുമ്പോൾ മെസ്സി വിസ്മയകരമായ ഊർജം കണ്ടെത്തുന്നുവെന്ന് അർജന്റീനയുടെ സഹപരിശീലകൻ റോബർട്ടോ അയാല പറഞ്ഞു. തന്നെ വേണ്ടാത്ത ഒരിടത്ത് നിന്ന് തനിക്ക് വേണ്ടി ജീവൻ നൽകാൻ തയ്യാറായ 10 പടയാളികളുടെ ഇടയിലേക്കെത്തിയപ്പോൾ മെസ്സിയുടെ കണ്ണുകളിൽ ആ പഴയ തിളക്കം തിരിച്ചു വന്നു. പലപ്പോഴും മെസ്സിയെ മാത്രം ആശ്രയിച്ചിരുന്ന ഒരു ടീമിൽ നിന്ന് മാറി മെസ്സിക്ക് വേണ്ടി എന്തിനും തയ്യാറായ ഒരു പറ്റം പോരാളികളുടെ കൂട്ടായ്മയായി അർജന്റീന ടീം അപ്പോഴേക്കും പരിണമിച്ചിരുന്നു. ലയണൽ സ്കലോണി എന്ന പരിശീലകന്റെ കൃത്യമായ പ്ലാനിങ്ങും ദീർഘവീക്ഷണവുമായിരുന്നു ആ മാറ്റങ്ങൾക്ക് പിന്നിൽ. മെസ്സി എന്ന ഇതിഹാസത്തെ മൈതാനത്ത് ഏറ്റവും സ്വതന്ത്രനായി കളിക്കാൻ അനുവദിക്കുന്ന ഒരു ശൈലിയാണ് സ്കലോണി രൂപപ്പെടുത്തിയത്. ഇതിനായി അദ്ദേഹം മറ്റ് താരങ്ങളെയും സജ്ജമാക്കി. റോഡ്രിഗോ ഡി പോൾ, ലിയാൻഡ്രോ പരേഡസ് തുടങ്ങിയവർ മെസ്സിയുടെ ചാവേറുകളായി മൈതാനത്ത് നിലയുറപ്പിച്ചു. തങ്ങളുടെ നായകന് പന്തെത്തിച്ചു നൽകാനും അദ്ദേഹത്തിന് നേരെ വരുന്ന ഓരോ ആക്രമണത്തെയും പ്രതിരോധിക്കാനും അവർ സദാ സന്നദ്ധരായിരുന്നു. ഈ ഒത്തൊരുമയുടെ ഫലം അതിശയകരമായിരുന്നു. 2019 ശേഷം തോൽവിയറിയാതെ 36 അന്താരാഷ്ട്ര മത്സരങ്ങളാണ് അർജന്റീന പൂർത്തിയാക്കിയത്. ബ്രസീലിനെ അവരുടെ മണ്ണിൽ തോൽപ്പിച്ചു നേടിയ കോപ്പ അമേരിക്ക കിരീടവും യൂറോപ്യൻ ചാമ്പ്യന്മാരായ ഇറ്റലിയെ തകർത്ത് നേടിയ ഫൈനലിസിമ ട്രോഫിയും അർജന്റീനയെ ലോകത്തെ ഏറ്റവും അപകടകാരിയായ ടീമാക്കി മാറ്റി. മെസ്സി രാജ്യത്തിനു വേണ്ടി കളിക്കുന്നില്ലെന്ന പഴയ പരാതികൾ അപ്പോഴേക്കും പഴങ്കഥയായി കഴിഞ്ഞിരുന്നു. പകരം ഓരോ അർജന്റീനക്കാരനും തങ്ങളുടെ മിശിഹയ്ക്ക് വേണ്ടി ലോകകപ്പ് സ്വപ്നം കണ്ടു തുടങ്ങി. അർജന്റീനക്കാരെ സംബന്ധിച്ചിടത്തോളം ഫുട്ബോൾ എന്നത് വെറുമൊരു കായിക വിനോദമല്ല, അതവരുടെ ശ്വാസമായിരുന്നു, അവരുടെ അതിജീവനമായിരുന്നു. രാജ്യം കടുത്ത സാമ്പത്തിക പ്രതിസന്ധികളിലൂടെയും ദാരിദ്ര്യത്തിലൂടെയും കടന്നുപോകുമ്പോൾ ആ ജനതയ്ക്ക് പുഞ്ചിരിക്കാൻ ലഭിക്കുന്ന ഏക കച്ചിത്തുരുമ്പ് മൈതാനത്തെ ആ പന്താണ്. ഡീഗോ മറഡോണ എന്ന തങ്ങളുടെ ഫുട്ബോൾ ദൈവം വിടവാങ്ങിയതിനു ശേഷമുള്ള ആദ്യ ലോകകപ്പായിരുന്നു അവർക്ക് 2022 സ്വർഗത്തിലിരുന്ന് ഡീഗോ മെസ്സിയെ അനുഗ്രഹിക്കുമെന്നും തന്റെ പിൻഗാമിക്ക് വേണ്ടി അദ്ദേഹം ആ കിരീടം കാത്തുവെച്ചിട്ടുണ്ടെന്നും ഓരോ അർജന്റീനക്കാരനും വിശ്വസിച്ചു.
ഫുട്ബോൾ ലോകം അതുവരെ കണ്ട ലോകകപ്പുകളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിരുന്നു 2022 ഖത്തർ ലോകകപ്പ്. അറബ് ലോകം ആദ്യമായി ആതിഥേയത്വം വഹിക്കുന്ന ഫുട്ബോൾ മാമാങ്കം. അത്യാധുനികമായ 8 സ്റ്റേഡിയങ്ങളും ഒരു നഗരത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് വളരെ പെട്ടെന്നെത്താവുന്ന യാത്രാ സൗകര്യങ്ങളും ഖത്തറിനെ വേറിട്ട് നിർത്തി. എന്നാൽ ഇതിനെല്ലാം ഉപരി ഖത്തർ ലോകകപ്പിനെ ശ്രദ്ധേയമാക്കിയത് ലയണൽ മെസ്സി എന്ന ഇതിഹാസത്തിന്റെ അവസാന ലോകകപ്പായിരിക്കും അതെന്ന പ്രഖ്യാപനമാണ്. ആ പ്രഖ്യാപനം ഫുട്ബോൾ ലോകത്തുണ്ടാക്കിയ തരംഗം ചെറുതല്ല. ലോകകപ്പ് തുടങ്ങുന്നതിന് മാസങ്ങൾക്ക് മുൻപേ തന്റെ ശരീരത്തെയും മനസ്സിനെയും ആ അവസാന പോരാട്ടത്തിനായി അദ്ദേഹം പാകപ്പെടുത്തി. 35-ാം വയസ്സിലും ഒരു കൗമാരക്കാരന്റെ ആവേശത്തോടെ പന്തിനു പിന്നാലെ പായണമെങ്കിൽ തനിക്ക് കൂടുതൽ കരുത്ത് വേണമെന്ന് മെസ്സി തിരിച്ചറിഞ്ഞു. ഇതിനായി ഭക്ഷണക്രമത്തിലും വ്യായാമ മുറകളിലും അദ്ദേഹം കടുത്ത നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നു. വിജയങ്ങളുടെ ആത്മവിശ്വാസവും സഹതാരങ്ങളുടെ പോരാട്ട വീര്യവും കൈമുതലാക്കി 2022 നവംബർ 22-ന് ലുസൈൽ സ്റ്റേഡിയത്തിന്റെ പച്ചപ്പുൽ മൈതാനത്തേക്ക് മെസ്സി നടന്നു കയറി. മത്സരങ്ങളുടെ അപരാജിത കുതിപ്പുമായി എത്തിയ അർജന്റീനയെ ലോകം ഭയത്തോടെയും ബഹുമാനത്തോടെയുമാണ് നോക്കിക്കണ്ടത്. ഗ്യാലറിയിൽ ഉയർന്ന മെസ്സി മെസ്സി വിളികൾ ആ മണലാരണ്യത്തെ പ്രകമ്പനം കൊള്ളിച്ചു. ലോകകപ്പിലെ ഗ്രൂപ്പ് സിയിലെ ആദ്യ മത്സരമായിരുന്നു അത്. ആദ്യ പകുതിയിൽ അർജന്റീന നേടിയ 3 ഗോളുകൾ ഓഫ് സൈഡ് നിയമത്തിന്റെ നൂൽപാലത്തിൽ തട്ടി റദ്ദാക്കപ്പെട്ടു. രണ്ടാം പകുതി തുടങ്ങിയപ്പോൾ ലോകം കണ്ടത് സൗദി അറേബ്യയുടെ പോരാട്ട വീര്യത്തിന്റെ പുതിയൊരു മുഖമായിരുന്നു. 5 മിനിറ്റിന്റെ ഇടവേളയിൽ അവർ നേടിയ 2 ഗോളുകൾ ലുസൈൽ സ്റ്റേഡിയത്തെ ശ്മശാന തുല്യമായ നിശബ്ദതയിലേക്ക് തള്ളിവിട്ടു. തിരിച്ചടിക്കാനായി മെസ്സി കിണഞ്ഞു ശ്രമിച്ചെങ്കിലും സൗദിയുടെ പ്രതിരോധം ഒരു വൻമതിൽ പോലെ ഉറച്ചുനിന്നു. റഫറിയുടെ ഫൈനൽ വിസിൽ മുഴങ്ങിയപ്പോൾ സ്കോർ ബോർഡിൽ തെളിഞ്ഞത് 2-1. ലോകകപ്പ് ചരിത്രത്തിലെ ഏറ്റവും വലിയ അട്ടിമറികളിലൊന്ന് സംഭവിച്ചിരിക്കുന്നു. വിജയത്തുടക്കം കാത്തുനിന്ന ആരാധകർക്ക് മുന്നിൽ തല താഴ്ത്തി നിൽക്കുന്ന മെസ്സിയുടെ ചിത്രം നിമിഷങ്ങൾക്കുള്ളിൽ ലോകമെമ്പാടും പടർന്നു. വിമർശകർ വീണ്ടും ആയുധമെടുത്തു. മെസ്സിയുടെ യുഗം അവസാനിച്ചു. അർജന്റീനയ്ക്ക് ഇതിൽ കൂടുതൽ ഒന്നും കഴിയില്ല എന്ന് ലോകം വിധിയെഴുതി. ഗ്രൂപ്പ് ഘട്ടത്തിൽ തന്നെ പുറത്താകുമെന്ന ഭീതി അർജന്റീനിയൻ ക്യാമ്പിനെ വിഴുങ്ങി. മെസ്സിയുടെ അവസാന ലോകകപ്പ് ഒരു ദുരന്തമായി അവസാനിക്കുമോ എന്ന് ലോകം സംശയിച്ചു. പക്ഷേ തകർന്നുപോയ തന്റെ പടയാളികളെ നോക്കി ആ നായകൻ ഒരു കാര്യം മാത്രമേ പറയാനുണ്ടായിരുന്നുള്ളൂ: ഇത് വലിയൊരു പ്രഹരമാണ്, പക്ഷേ നമ്മളിൽ വിശ്വസിക്കൂ, നമ്മുടെ ജനതയെ നമ്മൾ കൈവിടില്ല. പരാജയത്തിന്റെ ചാരത്തിൽ നിന്ന് ഒരിതിഹാസം തന്റെ വിശ്വരൂപം പുറത്തെടുക്കാൻ പോകുന്നതിന്റെ തുടക്കമായിരുന്നു ആ വാക്കുകൾ. ആ പതനത്തിൽ നിന്ന് ലോകത്തിന്റെ നെറുകയിലേക്കുള്ള മെസ്സിയുടെയും കൂട്ടാളികളുടെയും മഹായാത്ര അവിടെ തുടങ്ങുകയായിരുന്നു. അലാസ്ക, റൊമേനിയ, ഓസ്ട്രിയ, സ്ലോവാക്യ, ഫുക്കറ്റ് 5 രാജ്യങ്ങളിൽ നിന്നുള്ള അപൂർവ സുന്ദരമായ അനേകം കാഴ്ചകൾ ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 99544422 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ.
സൗദി അറേബ്യയോടേറ്റ് ഞെട്ടിക്കുന്ന തോൽവിക്ക് ശേഷം ലോകം അർജന്റീനയെ എഴുതിത്തള്ളി. പുറം ലോകത്ത് വിമർശനങ്ങൾ കത്തുകയായിരുന്നു. മെസ്സിയുടെ കാലം അവസാനിച്ചു എന്ന വാർത്തകൾ ടീമിനെ വേദനിപ്പിച്ചു. പക്ഷേ അവർ വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. അടുത്ത മത്സരം മെക്സിക്കോക്കെതിരെ. ലുസൈൽ സ്റ്റേഡിയം വീണ്ടും ഒരു അഗ്നിപർവ്വതം പോലെ തിളച്ചുമറഞ്ഞു. ആ മത്സരത്തിൽ സമനില വഴങ്ങിയാൽ പോലും അർജന്റീനയ്ക്ക് ലോകകപ്പിൽ നിന്ന് പുറത്തേക്ക് പോകേണ്ടി വരുമായിരുന്നു. മത്സരം തുടങ്ങി 60 മിനിറ്റുകൾ പിന്നിട്ടിട്ടും സ്കോർ ബോർഡ് 0 തന്നെ നിന്നു. മെസ്സിയെ മെക്സിക്കൻ പ്രതിരോധം വരിഞ്ഞു മുറുക്കിയിരുന്നു. പക്ഷെ അപ്പോഴേക്കും ആ 10-ാം നമ്പർ ജേഴ്സിക്കാരൻ മൈതാനത്ത് തന്റെ ഇന്ദ്രജാലം ആരംഭിച്ചു. 64-ാം മിനിറ്റ്. ഏഞ്ചൽ ഡിമരിയ നൽകിയ പാസ് സ്വീകരിക്കുമ്പോൾ മെസ്സി പെനാൽറ്റി ബോക്സിന് വെളിയിലായിരുന്നു. ലോകത്തിലെ ഏറ്റവും മികച്ച ഡിഫൻഡർമാർക്ക് പോലും ചിന്തിക്കാൻ കഴിയുന്നതിലും വേഗത്തിൽ മെസ്സിയുടെ ഇടംകാലിൽ നിന്ന് ആ ഷോട്ട് പിറന്നു. മെക്സിക്കൻ ഗോൾ കീപ്പർ ഒച്ചാവോയുടെ ഡൈവിംഗിനെ നിഷ്പ്രഭമാക്കി പന്ത് വലയുടെ മൂലയിൽ ചെന്ന് തറച്ചു. ലുസൈൽ സ്റ്റേഡിയം ഒരു നിമിഷം സ്തംഭിച്ചു. തൊട്ടടുത്ത നിമിഷം അവിടെ ആവേശം അണപൊട്ടിയൊഴുകി. ഗാലറിയിൽ കണ്ണീരണിഞ്ഞ ആരാധകർക്ക് മുന്നിൽ കൈകൾ വിരിച്ചു നിൽക്കുന്ന മെസ്സി. ആ ഗോളിന് ശേഷം അർജന്റീന ഉണർന്നു. യുവതാരം എൻസോ ഫെർണാണ്ടസിന്റെ മനോഹരമായ 2-ാം ഗോൾ കൂടി വന്നതോടെ 2-0 അർജന്റീന വിജയമുറപ്പിച്ചു. ഡ്രസ്സിംഗ് റൂമിലെ ആഘോഷങ്ങളിൽ മെസ്സി തന്റെ സഹതാരങ്ങൾക്കൊപ്പം പാട്ടുപാടി നൃത്തം ചെയ്തു. ഇനി മുന്നിൽ പോളണ്ടാണ്. മുറിവേറ്റ സിംഹം കൂടുതൽ കരുത്തോടെ തന്റെ അടുത്ത ഇരയെ തേടിയിറങ്ങാൻ തയ്യാറെടുത്തു കഴിഞ്ഞിരുന്നു. ഖത്തറിലെ മണലാരണ്യം ആ ഇതിഹാസത്തിന്റെ ചുവടുകൾക്കായി കാത്തിരുന്നു. ലോകമുറ്റുനോക്കിയത് മെസ്സിയും പോളണ്ട് നായകൻ റോബർട്ട് ലെവൻഡോവ്സ്കിയും തമ്മിലുള്ള പോരാട്ടത്തിലേക്കായിരുന്നു. മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ തന്നെ അർജന്റീനയെ ഞെട്ടിച്ചുകൊണ്ട് മെസ്സിക്ക് ലഭിച്ച പെനാൽറ്റി പോളണ്ട് ഗോൾ കീപ്പർ തടുത്തു. സ്റ്റേഡിയം ഒരു നിമിഷം നിശബ്ദമായി. തന്റെ പിഴവുകൊണ്ട് ടീം വീണ്ടും പ്രതിസന്ധിയിലാകുമോ എന്ന് മെസ്സി ഭയന്ന നിമിഷം. എന്നാൽ അവിടെയാണ് സ്കലോണി വാർത്തെടുത്ത പുതിയ അർജന്റീന ടീമിന്റെ കരുത്ത് ലോകം കണ്ടത്. ഞങ്ങളുടെ നായകൻ തളരുമ്പോൾ ഞങ്ങൾ പൊരുതുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അലക്സിസ് മാക് അലിസ്റ്ററും ജൂലിയൻ അൽവാരസും ഗോളുകൾ നേടി. തന്റെ പെനാൽറ്റി നഷ്ടമായിട്ടും തളരാതെ പോരാടിയ സഹതാരങ്ങളെ കെട്ടിപ്പിടിച്ച് മെസ്സി ആഹ്ലാദിച്ചു. ആ ജയത്തോടെ അർജന്റീന ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി നോക്കൌട്ട് ഘട്ടത്തിലേക്ക് പ്രവേശിച്ചു. അപ്പോഴേക്കും ലോകകപ്പിലെ ആവേശത്തിന്റെ കേന്ദ്രബിന്ദുവായി അർജന്റീന മാറിക്കഴിഞ്ഞിരുന്നു. പ്രീ ക്വാർട്ടറിൽ ഓസ്ട്രേലിയയായിരുന്നു എതിരാളികൾ. മെസ്സിയുടെ കരിയറിലെ 1000ാമത്തെ മത്സരം എന്ന പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു ആ രാത്രിക്ക്. ചരിത്രപരമായ ആ മത്സരത്തിലും തന്റെ മാന്ത്രിക സ്പർശത്തിലൂടെ മെസ്സി ആദ്യ ഗോൾ നേടി. 1000 മത്സരങ്ങളുടെ അനുഭവ സമ്പത്ത് ആ ഇടങ്കാലിലൂടെ പന്തായി വലയിൽ പതിച്ചപ്പോൾ ആരാധകരൊന്നടങ്കം എഴുന്നേറ്റ് നിന്ന് ആ ഇതിഹാസത്തെ വണങ്ങി. ഓസ്ട്രേലിയയെ 2-1 പരാജയപ്പെടുത്തി ക്വാർട്ടറിലേക്ക് മുന്നേറുമ്പോൾ അർജന്റീന ഒരു കാര്യം ഉറപ്പിച്ചിരുന്നു: ഇനി തങ്ങളെ തടയാൻ ആർക്കും കഴിയില്ല. ഓരോ മത്സരം കഴിയുന്തോറും മെസ്സി കൂടുതൽ അപകടകാരിയായി മാറി. കേവലം ഒരു താരമെന്നതിലുപരി
കളിക്കളത്തിലെ ഓരോ ചലനവും നിയന്ത്രിക്കുന്ന ഒരു ചതുരംഗ കളിക്കാരനായി അദ്ദേഹം പരിണമിച്ചു. ഇനി മുന്നിലുള്ളത് നെതർലൻഡ്സ് എന്ന കരുത്തരായ എതിരാളികളാണ്. ലുസൈലിലെ പച്ചപ്പുല്ലിൽ വികാരങ്ങളുടെ പുതിയൊരു വേലിയേറ്റത്തിന് സമയമായി. നെതർലൻഡ്സ് പരിശീലകൻ ലൂയിസ് വാൻ ഗാൽ മത്സരത്തിന് മുൻപ് നടത്തിയ പരാമർശങ്ങൾ അന്തരീക്ഷത്തെ കൂടുതൽ ചൂടുപിടിപ്പിച്ചു. മെസ്സി പന്തില്ലാത്തപ്പോൾ ഒന്നും ചെയ്യുന്നില്ലെന്ന വാൻ ഗാലിന്റെ വാക്കുകൾ അർജന്റീന ക്യാമ്പിനെ വല്ലാതെ പ്രകോപിപ്പിച്ചു. മുറിവേറ്റ സിംഹത്തെപ്പോലെയാണ് മെസ്സി അന്ന് ലുസൈൽ സ്റ്റേഡിയത്തിലേക്ക് നടന്നു കയറിയത്. എതിരാളികളുടെ പ്രതിരോധ നിരയെ നോക്കുകുത്തിയാക്കി ആരും പ്രതീക്ഷിക്കാത്ത ഒരു വിടവിലൂടെ മെസ്സി നൽകിയ മാന്ത്രിക പാസ് നഹ്വൽ മോളിനെ വലയിലാക്കി. ഫുട്ബോൾ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച അസിസ്റ്റുകളിലൊന്നായി അത് മാറി. പിന്നാലെ ലഭിച്ച പെനാൽറ്റി ഗോളാക്കി മാറ്റിയ മെസ്സി വാൻ ഗാലിന് മുന്നിൽ പോയി തന്റെ 2 കൈകളും ചെവിയിൽ ചേർത്ത് വെച്ച് ആ പഴയ ടോപ്പോ ഗിജിയോ ശൈലിയിൽ ആഘോഷിച്ചു. മെസ്സിയുടെ മുൻഗാമിയും അർജന്റീനയുടെ ഇതിഹാസ താരവുമായ ഹുവാൻ റോമൻ റിക്കൊൽമിയോട് വാൻ ഗാൽ കാണിച്ച ക്രൂരതയ്ക്ക് മെസ്സി നൽകിയ മറുപടിയായിരുന്നു ആ ആഘോഷം. വർഷങ്ങൾക്ക് മുൻപ് ബാഴ്സലോണയിൽ റിക്കൊൽമി കളിക്കുമ്പോൾ അവിടുത്തെ പരിശീലകനായിരുന്ന വാൻ ഗാൽ അദ്ദേഹത്തെ നിരന്തരം അപമാനിക്കുകയും കരിയർ തകർക്കാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു. റിക്കൊൽമിയുടെ പ്രശസ്തമായ ആഘോഷമായിരുന്നു ചെവിയിൽ കൈകൾ വെച്ചുള്ള ടോപ്പോ ഗിജിയോ. തന്റെ പ്രിയപ്പെട്ട സീനിയർ താരത്തെ അപമാനിച്ച വാൻ ഗാലിന്റെ മുഖത്ത് നോക്കി അതേ ശൈലിയിൽ ആഘോഷിച്ച് മെസ്സി പഴയ കണക്ക് തീർത്തു. എന്നാൽ കളി അവിടെ അവസാനിച്ചിരുന്നില്ല. അവസാന നിമിഷങ്ങളിൽ നെതർലൻഡ്സ് തിരിച്ചടിച്ച 2 ഗോളുകൾ മത്സരത്തെ എക്സ്ട്രാ ടൈമിലേക്കും പിന്നീട് പെനാൽറ്റി ഷൂട്ടൌട്ടിലേക്കും നയിച്ചു. ലുസൈലിലെ ആ രാത്രിയിൽ ശ്വാസമടക്കി പിടിച്ചുനിന്ന ആരാധകർക്ക് മുന്നിൽ ഗോൾ കീപ്പർ എമിലിയാനോ മാർട്ടിനസ് രക്ഷകനായി അവതരിച്ചു. ആദ്യ 2 പെനാൽറ്റികൾ മാർട്ടിനസ് തടുത്തതോടെ അർജന്റീന വിജയമുറപ്പിച്ചു. ജയിച്ചതിനു പിന്നാലെ നെതർലൻഡ്സ് താരങ്ങളുമായി മൈതാനത്ത് വെച്ച് മെസ്സി വാക്കേറ്റത്തിലേർപ്പെട്ടത് ലോകത്തെ ഞെട്ടിച്ചു. ശാന്തനായിരുന്ന മെസ്സിയുടെ മറ്റൊരു മുഖമായിരുന്നു അത്. മത്സരശേഷം അഭിമുഖം നടക്കുന്നതിനിടയിൽ തന്നെ തുറച്ചു നോക്കിയ ഡച്ച് താരം വൗട്ട് വെഗോസ്റ്റിനോട് എന്താണ് നോക്കുന്നത് വിഡ്ഢി, അങ്ങോട്ട് മാറിപ്പോകൂ എന്ന് മെസ്സി ആക്രോശിച്ചത് വലിയ വാർത്തയായി. തന്റെ രാജ്യത്തിനു വേണ്ടി പൊരുതുന്ന എതിരാളികളുടെ കണ്ണിൽ നോക്കി സംസാരിക്കുന്ന പുതിയ മെസ്സിയെ അർജന്റീന നെഞ്ചിലേറ്റി. ക്രൊയേഷ്യയുമായുള്ള സെമിഫൈനലിൽ മെസ്സി തന്റെ വിശ്വരൂപം ഒരിക്കൽ കൂടി പുറത്തെടുത്തു. ലോകത്തിലെ ഏറ്റവും മികച്ച യുവ ഡിഫൻഡർമാരിലൊരാളായ ഗോർഡിയോളിനെ വിസ്മയിപ്പിച്ചുകൊണ്ട് മൈതാനത്തിന്റെ പകുതിയിലധികം ദൂരം പന്തുമായി കുതിച്ച് ജൂലിയൻ അൽവാരസിന് നൽകിയ അസിസ്റ്റ് ഒരു കവിത പോലെ മനോഹരമായിരുന്നു. 3-0 ക്രൊയേഷ്യയെ തകർത്ത് അർജന്റീന ഫൈനലിൽ പ്രവേശിച്ചു.